എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിർണായകമായ 4ാം T20 മത്സരത്തിൽ ഓസ്ട്രേലിയയെ തകർത്തുവിട്ടതിനു പിന്നാലെ ഓസീസ് നായകൻ മിച്ചൽ മാർഷ് നടത്തിയ പ്രതികരണം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ടീം ഇന്ത്യയെ അദ്ദേഹം വാഴ്ത്തി, അവരുടെ പ്രകടനത്തെ അഭിനന്ദിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഏതൊരു ക്രിക്കറ്റ് പ്രേമിയും സല്യൂട്ട് ചെയ്യുന്നതാണ്. ഫുട്ബോളിന് പേരുകേട്ട കാരറ സ്റ്റേഡിയം ക്രിക്കറ്റ് പോരാട്ടത്തിന്റെ വേദിയായി മാറിയപ്പോൾ ടോസ് നേടിയ ഓസീസ് നായകൻ മിച്ചൽ മാർഷ് ആദ്യം ബൌളിംഗ് തിരഞ്ഞെടുത്തു. ന്യൂട്രൽ വെന്യൂമായതിനാൽ ചേസിംഗ് ആണ് ഉചിതമെന്ന് അദ്ദേഹം വിലയിരുത്തി. ഓസ്ട്രേലിയൻ ടീമിൽ 4 മാറ്റങ്ങൾ വരുത്തി. ആദം സാംബ, ഗ്ലെൻ മാക്സ്വെൽ, ജോഷ് ഫിലിപ്പ്, ബെൻ ദ്വാർഷുയ്സ് എന്നിവർ തിരിച്ചെത്തി. ആശസ്സൊരുക്കങ്ങൾക്കായി ട്രാവിസ് ഹെഡിനെ റിലീസ് ചെയ്തു. മാറ്റങ്ങളില്ലാതെയാണ് ഇന്ത്യ കളിക്കാനിറങ്ങിയത്. ആദ്യം ബാറ്റ് ചെയ്യാൻ തന്നെയായിരുന്നു താൽപര്യമെന്നും ബൌളർമാരിൽ വിശ്വാസമുണ്ടെന്നും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ടോസ് ശേഷം പറഞ്ഞു. ഇന്ത്യക്കായി അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഓപ്പൺ ചെയ്തു. ബെൻ ദ്വാർഷുയ്സ് എറിഞ്ഞ ആദ്യ ഓവറിലെ 2ാം പന്തിൽ അഭിഷേക് ശർമ്മയുടെ ഒരു എളുപ്പമുള്ള ക്യാച്ച് ഓസ്ട്രേലിയ നിലത്തിട്ടത് അവർക്ക് വലിയ തിരിച്ചടിയായി. പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 49 റൺസ് അടിച്ചുകൂട്ടിയ ഇന്ത്യ 180-നപ്പുറം സ്കോർ നേടുമെന്ന് തോന്നിപ്പിച്ചു. ശുഭ്മാൻ ഗിൽ 18 പന്തിൽ 26 റൺസും അഭിഷേക് ശർമ്മ 21 പന്തിൽ 28 റൺസും നേടിയപ്പോൾ 7ാം ഓവറിൽ ആദം സാംബ അഭിഷേക് ശർമ്മയെ പുറത്താക്കി. തുടർന്ന് കൃത്യമായ ഇടവേളകളിൽ ഇന്ത്യക്ക് വിക്കറ്റുകൾ നഷ്ടമായി. ശുഭ്മാൻ ഗിൽ, ശിവം ദുബെ, സൂര്യകുമാർ യാദവ് എന്നിവരാണ് മറ്റ് പ്രധാന സ്കോറർമാർ. എന്നാൽ അവസാന ഓവറുകളിൽ അക്സർ പട്ടേൽ നടത്തിയ വെടിക്കെട്ടു ബാറ്റിംഗ് ഇന്ത്യക്ക് 168 റൺസ് വിജയലക്ഷ്യം നൽകി. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി നാഥൻ എല്ലിസ്, ആദം സാംബ, സേവ്യർ ബാറ്റ്ലെറ്റ്, മാർക്കസ് ടോയ്നസ് എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടി. 168 റൺസ് എന്ന വെല്ലുവിളി ഉയർത്തിയ വിജയലക്ഷ്യം പിന്തുടർന്ന് ഓസീസിന് മികച്ച തുടക്കമാണ് ലഭിച്ചത്. ഓപ്പണർമാരായ മിച്ചൽ മാർഷും മാത്യു ഷോട്ടും ചേർന്ന് 3 ഓവറിൽ 26 റൺസ് നേടി. എന്നാൽ അക്സർ പട്ടേൽ ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിന്റെ നടുവൊടിച്ചു. മാത്യു ഷോട്ടിനെ LBWവിൽ കുടുക്കി ആദ്യ പ്രഹരം നൽകി. തൊട്ടു പിന്നാലെ ജോഷ് ഇംഗ്ലീസിനെ ക്ലീൻ ബൌൾഡാക്കി അക്സർ കളി ഇന്ത്യയുടെ വരുതിയിലാക്കി. നായകൻ മിച്ചൽ മാർഷിനെ അർഷദീപിന്റെ കൈകളിലെത്തിച്ച് ശിവം ദുബെ ഓസ്ട്രേലിയയുടെ പ്രതീക്ഷകൾ തകർത്തു. തുടർന്നു വന്ന ടിം ഡേവിഡ് 10, ജോഷ് ഫിലിപ്പ് 10, ഗ്ലെൻ മാക്സ്വെൽ 2 എന്നിവർക്ക് കാര്യമായൊന്നും ചെയ്യാനായില്ല. ഗ്ലെൻ മാക്സ്വെലിനെ വരുൺ ചക്രവർത്തി ക്ലീൻ ബൌൾഡാക്കി. മാർക്കസ് ടോയ്നസിന് ഒറ്റയ്ക്ക് പോരാടാൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ ബൌളർമാർ കൃത്യതയോടെ പന്തെറിഞ്ഞതോടെ ഓസ്ട്രേലിയൻ ഇന്നിംഗ്സ് തകർന്നു. ഒടുവിൽ ഇന്ത്യ മത്സരം അനായാസം സ്വന്തമാക്കി. ഈ വിജയത്തോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. തോൽവിക്ക് ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ ഓസ്ട്രേലിയൻ നായകൻ മിച്ചൽ മാർഷ് നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ വൈറലാകുന്നത്. ടീം ഇന്ത്യയുടെ പ്രകടനത്തെ മുക്തകണ്ഠം പ്രശംസിച്ച അദ്ദേഹം തന്റെ ടീമിനെ രൂക്ഷമായി വിമർശിച്ചു. മാർഷ് പറഞ്ഞത് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ആദ്യമായി ഈ അർഹിക്കുന്ന വിജയത്തിന് ഞാൻ ടീം ഇന്ത്യയെ അഭിനന്ദിക്കുന്നു. ഇന്നത്തെ കളിയിൽ അവർ ഞങ്ങളെ പൂർണ്ണമായും ഡോമിനേറ്റ് ചെയ്തു. അവരുടെ തന്ത്രങ്ങൾ, കഴിവ്, മാനസിക ശക്തി എന്നിവ ഞങ്ങളെ ഓരോ ഘട്ടത്തിലും പിന്നിലാക്കി. 160 റൺസ് ചേസ് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ ഇന്ത്യൻ ബൌളർമാർ ഒരു അവസരവും തന്നില്ല. പ്രത്യേകിച്ച് മധ്യ ഓവറുകളിലെ വിക്കറ്റ് വീഴ്ച ഞങ്ങളുടെ ഇന്നിംഗ്സിനെ തകർത്തു. ഇന്നത്തെ ഇന്ത്യയുടെ പ്രകടനം ഏതൊരു ടീമിനും ഒരു പ്രചോദനമാണ്. ഞങ്ങളുടെ ബാറ്റിംഗ് ഇന്ന് പൂർണ്ണമായും പരാജയപ്പെട്ടു. ഓപ്പണിംഗിൽ മാത്യു ഷോട്ടും ഞാനും നന്നായി തുടങ്ങിയെങ്കിലും ജോഷ് ഇംഗ്ലീസ്, ടിം ഡേവിഡ്, ജോഷ് ഫിലിപ്പ്, ഗ്ലെൻ മാക്സ്വെൽ തുടങ്ങിയവർക്ക് ഒന്നും ചെയ്യാനായില്ല. ഞങ്ങളുടെ മധ്യനിര പവർ ഹിറ്റിംഗിലൂടെ കളി മാറ്റുമെന്ന് കരുതി. പക്ഷേ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു. വലിയ ഷോട്ടുകൾക്ക് ശ്രമിച്ചപ്പോൾ സെന്റിമീറ്റർ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു. ഫീൽഡിംഗിലും ഞങ്ങൾ അവസരങ്ങൾ പാഴാക്കി. എക്സിക്യൂഷൻ കുറവായിരുന്നു. ഈ തോൽവി T20യിൽ ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പഠിപ്പിക്കുന്നു. ഗിൽ ഇന്ന് ബാറ്റ് കൊണ്ട് കാണിച്ച മായാജാലം അവിശ്വസനീയമായിരുന്നു. 39 പന്തിൽ 46 റൺസ്. ഇതൊരു സാധാരണ സ്കോർ അല്ല, മറിച്ച് ടീമിനെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയ ഇന്നിംഗ്സ് ആയിരുന്നു. അഭിഷേക് പുറത്തായ ശേഷം ഗിൽ സംയമനം പാലിച്ചു. റൺ റേറ്റ് നിലനിർത്തി. വലിയ ഷോട്ടുകൾക്കൊപ്പം സിംഗിൾസും നേടി. അദ്ദേഹത്തിന്റെ സാങ്കേതികതയും ഷോട്ട് സെലക്ഷനും ഞങ്ങളുടെ ബൌളിംഗിനെ കുഴക്കി. ഇന്ത്യൻ ബാറ്റിംഗിന്റെ നട്ടെല്ലാണ് ഈ യുവതാരം. അക്സർ പട്ടേൽ പന്തുകൊണ്ട് മാന്ത്രികത കാണിച്ചു. 2 വിക്കറ്റുകൾ, അതും ഞങ്ങൾക്ക് റൺസ് വേണ്ടിയിരുന്ന നിർണായക ഓവറുകളിൽ. മാത്യു ഷോട്ടിനെ LBW ആക്കിയതും ജോഷ് ഇംഗ്ലീസിനെ ക്ലീൻ ബൌൾഡാക്കിയതും ഞങ്ങളുടെ ഇന്നിംഗ്സിന് കനത്ത പ്രഹരമായി. അദ്ദേഹത്തിന്റെ ഇക്കോണമി, വേരിയേഷൻ, സ്പിൻ എന്നിവ മധ്യ ഓവറുകളിൽ ഞങ്ങളെ വരിഞ്ഞു മുറുക്കി. അവസാനം ബാറ്റ് കൊണ്ട് നേടിയ പുറത്താകാതെയുള്ള 21 റൺസ് ഒരു ഓൾറൗണ്ട് പ്രകടനമായിരുന്നു. അക്സർ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ ഈ ലക്ഷ്യം മറികടക്കുമായിരുന്നു. ശിവം ദുബെ ഞങ്ങളെ ഞെട്ടിച്ചു. ബാറ്റ് കൊണ്ട് 22 റൺസ് നേടിയത് സാരമില്ല, പക്ഷേ പന്തുകൊണ്ട് നേടിയ 2 വിക്കറ്റുകൾ, എന്റെ വിക്കറ്റും ടിം ഡേവിഡിന്റെ വിക്കറ്റും, അദ്ദേഹത്തിന്റെ മീഡിയം പേസ്, ബൗൺസ്, കട്ടറുകൾ എന്നിവ ഞങ്ങളുടെ ബാറ്റിംഗിനെ തകർത്തു. അദ്ദേഹം ഒരു പാർട്ട് ടൈമർ എന്ന് തോന്നുമെങ്കിലും ഒരു ഫുൾ ടൈം ഭീഷണിയാണ്. ദുബെ ഇന്ന് തെളിയിച്ചു ഇന്ത്യയിൽ എപ്പോഴും കളി മാറ്റാൻ കഴിയുന്ന മറഞ്ഞിരിക്കുന്ന രത്നങ്ങളുണ്ടെന്ന്. അർഷദ്ദീപ് തുടക്കം മുതൽ സമ്മർദ്ദം
ആധിപത്യം ചെലുത്തി. ജോഷ് ഫിലിപ്പിന്റെ വിക്കറ്റ് നേടിയതിലൂടെയും ഫീൽഡിംഗിലൂടെയും അദ്ദേഹം സംഭാവന നൽകി. അദ്ദേഹത്തിന്റെ വേഗത, സ്വിംഗ്, ഡെത്ത് ഓവറുകളിലെ ബൌളിംഗ് എന്നിവ ഞങ്ങളെ റൺസ് നേടുന്നതിൽ നിന്ന് തടഞ്ഞു. അർഷദീപ്, ദുബെ, അക്സർ, ഗിൽ ഈ 4 പേരും ചേർന്നാണ് ഞങ്ങളിൽ നിന്ന് കളി തട്ടിയെടുത്തത്. സൂര്യ മികച്ച ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെച്ചത്. ടോസ് തോറ്റതിനു ശേഷവും ശാന്തനായി തുടർന്നു. ഫീൽഡ് സെറ്റിംഗ്സ് മികച്ചതായിരുന്നു. ബൌളർമാരെ കൃത്യസമയത്ത് ഉപയോഗിച്ചു. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ടീം ആത്മവിശ്വാസമുള്ളതായി കാണപ്പെടുന്നു. ഇന്ത്യക്ക് സൂര്യയെ പോലെയുള്ള ഒരു നേതാവിന്റെ കാര്യത്തിൽ അഭിമാനമുണ്ട്. മാർഷിന്റെ ഈ പ്രതികരണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. മത്സരത്തിനിടെ പരിക്കേറ്റ ഇന്ത്യൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ അഭിഷേക് ശർമ്മയുടെ അവസ്ഥ ടീം ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയായിരുന്നു. അദ്ദേഹത്തിന്റെ അപകടകരമായ പരിക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഡോക്ടർമാരുടെ സംഘം ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തി. വേദന കൊണ്ട് പുഴഞ്ഞ അഭിഷേകിനെ മെഡിക്കൽ ചെക്കപ്പിനായി ഉടൻ കൊണ്ടുപോയി. ഈ സംഭവത്തിൽ സ്റ്റാൻഡിലുണ്ടായിരുന്ന നടി കാജൽ അഗർവാൾ പോലും അമ്പരന്നുപോയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ വിജയം പരമ്പരക്ക് കൂടുതൽ ആവേശം നൽകിയിരിക്കുകയാണ്. മിച്ചൽ മാർഷിന്റെ ഈ പ്രസ്താവനയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.